ഇന്ന് നമ്മൾ വള്ളിക്കാവിൽ പോയിട്ടാ വള്ളിക്കാവിൽ പോയിട്ട് ആ വഴി ഞങ്ങൾ അഴീക്ക പോയി കേട്ടോ. അഴീക്ക നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടിയാട്ടം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുതിര, അതുപോലെ എന്താ നമ്മുടെ കൊട്ടവം, അതിനെയൊക്കെ റൈഡിന് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 21-ാം തീയതി കേട്ടോ. ഈ മാസം 21-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരും കേട്ടോ. പിന്നെ നമ്മുടെ ബന്ധുവിൻ്റെ കടക്കര ഐസ്ക്രീം ഒക്കെ വാങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുടെ ബൈക്ക് വന്നത് കേട്ടോ. എപ്പോഴും ഞങ്ങളെല്ലാം ഞായറാഴ്ച ഞാനും ഏട്ടനും കൂടി വരും. ഇന്ന് ഞങ്ങൾ അനിയത്തിയും കൂടി വിളിച്ച് ഞങ്ങൾ 3 പേര് വന്നത് കേട്ടോ. അതല്ല തന്നെ വന്നപ്പോഴത്തേക്ക് എന്ത് പറയണേ, രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല തിരക്കാവും കേട്ടോ. ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിയുടെ കടയിൽ കയറി, ഇത് സീമ ചേച്ചിയുടെ കടയായിട്ട്, ചേച്ചിയുടെ കടയിൽ കയറി പാനിപ്പൂരിയൊക്കെ മേടിച്ചു. ഇവിടെ വരുന്നവർ ഇവിടെ വന്ന് കഴിക്കണം. നല്ല അടിപൊളി പാനിപ്പൂരി ചേച്ചിയുടെ കേട്ടോ. പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. ചേച്ചി വെറും പാവം പിടിച്ച ആൾ കേട്ടോ. ഭയങ്കര കാര്യം നമ്മളെവിടെ വെച്ച് കണ്ടാലും വലിയ ജീവനാണ്. ചേച്ചിൻ്റെ വീട് അവിടെ തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വള്ളിക്കാവ് പള്ളിയിലോട്ട് വന്നു കേട്ടോ. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാടെ കോളേജിൻ്റെ പാലം ഇറങ്ങി വരുന്ന ഓപ്പോസിറ്റ് കാണുന്ന പള്ളിയാണിത് കേട്ടോ. ഞങ്ങളെല്ലാ കൊല്ലം ഇവിടെ വന്നിട്ട് ക്രിസ്മസ് തലേന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് പോകും. അങ്ങനെ വന്ന് ഞാനും ഏട്ടനും ആതിരയും കൂടി വന്നിട്ട് പിന്നെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നേരെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ കൊല്ലം ഇതിനെക്കാട്ടി ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ച്. ഈ കൊല്ലം വലുതായിട്ടില്ലായിരുന്നു, ആളും കുറവായിരുന്നു കേട്ടോ. നേരെ നമ്മൾ പള്ളിയുടെ അകത്ത് പോയിട്ട് ഞങ്ങൾ വിചാരിച്ചത് പള്ളിയുടെ അകത്ത് കയറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പള്ളിയുടെ അകത്ത് കയറാൻ പറ്റും നമുക്ക്. അങ്ങനെ കയറി ഞങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വെച്ച് ഞാൻ വാർത്തയൊക്കെ ചെയ്തിട്ടോ. ഞാൻ നടത്തില്ല. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു എന്തൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പെരുന്നാളൊക്കെ വരുമ്പോൾ അടിപൊളി കേട്ടോ. ഇവിടെ പള്ളിയിൽ ഭയങ്കര പരിപാടിയൊക്കെ കേട്ടോ. ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ പള്ളിയുടെ അകത്ത് നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ വീഡിയോസും അതൊക്കെ എടുത്തു. എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം ഇല്ലേ. ഞാൻ അങ്ങനെ പള്ളിയിൽ വന്നിട്ടെങ്കിലും വെളുക്കി നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ അകത്ത് കയറുന്നത് കേട്ടോ. അകത്ത് ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. അതുപോലെ പിന്നെ നേരെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയും എടുത്ത് നേരെ പിന്നെ നമ്മൾ കടയിലോട്ട് വന്നത് നമ്മുടെ അവിടെ ലംഷൂർ എന്ന് പറഞ്ഞ ബേക്കറി. അവിടെ മിക്കപ്പോഴും ഞങ്ങൾ അവിടെ പോകുന്നത് ഫുഡ് വാങ്ങാനൊക്കെ. അവിടെ പോയി കേട്ടോ. അവിടെ പോയി മെയിൻ കാരണം കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞിൻ്റെ. ആൾക്കാർ ഇത് പറയുമ്പോൾ നമ്മളെ കളിയാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞിൻ്റെ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കും എന്നൊക്കെ വിചാരിക്കും. അത് നമ്മുടെ വീട്ടിൽ സ്വന്തം ഒരാളിനെ പോലെ അവനെ കാണുന്നത് കേട്ടോ. അങ്ങനെ നാളെ അവൻ്റെ കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി. അടുത്ത വീട്ടിൽ കാണാവേ.